കുറെ കാലമായുള്ള ഒരു സങ്കല്പമാണ്. എന്താണ് സ്വാമിജി ദശാവതാര സങ്കല്പം? എന്താണ് ഇതിന്റെ പ്രത്യേകത? വാസ്തവത്തിൽ ഭാഗവതത്തിൽ 23 24 അവതാരങ്ങളെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ബലരാമനെ ഒരു അവതാരമായി കണക്കാക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഭാഗവതം വ്യക്തമായി പറയുന്നു, ആദിശേഷനാണ് ബലരാമനായി അവതരിച്ചത്. അതിനു മുമ്പ്, അതായത് ത്രേതായുഗത്തിൽ ആദിശേഷൻ ലക്ഷ്മണനായി അവതരിച്ചതായി രാമായണവും ഉദ്ഘോഷിക്കുന്നു. പക്ഷെ നാം ബലരാമനെ ദശാവതാരങ്ങളിൽ ഒന്നായി കാണുമ്പോൾ ലക്ഷ്മണനെ അങ്ങനെ പരിഗണിക്കുന്നേയില്ല. ഇതെന്തുകൊണ്ട്? വളരെ നല്ല ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അവതാരങ്ങളെ സംബന്ധിച്ച് 10 എന്ന പരിമിതി ഇല്ല. ശ്രീമദ് ഭാഗവതത്തിലും മറ്റ് ചില പുരാണങ്ങളിലും വൈഷ്ണവ പുരാണങ്ങളിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരാശയം ഓർമ്മിപ്പിക്കട്ടെ. എപ്രകാരമാണോ പർവ്വതത്തിൽ നിന്ന് ആയിരക്കണക്കിന് നീർച്ചാലുകൾ പൊട്ടിയൊഴുകുന്നത്, അതുപോലെ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാനിൽ നിന്ന് അനേക അവതാരങ്ങൾ സംഭവിക്കും. അപ്പൊ എത്ര അവതാരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അനേക അവതാരങ്ങൾ. അത് 10 എന്നോ 24 എന്നോ 32 എന്നോ 100 എന്നൊന്നും പറയരുത്. എന്റെ തേജസ്സിന്റെ അംശം നീ മനസ്സിലാക്കൂ, അവിടെ കൂടുതലാണെന്ന്. എവിടെ? യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. എവിടെ വിശേഷ മഹിമയോടുകൂടി ഐശ്വര്യയുക്തമായ ഭാവത്തോടുകൂടി ഊർജസ്വലതയോടുകൂടിയ ഭാവങ്ങളെ നീ കാണുന്നുവോ, അവിടെ എന്റെ അംശം, എന്റെ പ്രാഗട്യം കൂടുതലാണെന്ന് നീ മനസ്സിലാക്കൂ, ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനേക അവതാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അവതാരം? നോക്കൂ, ധർമ്മ രക്ഷണാർത്ഥമാണ് അവതാരം. അവതാരത്തിന്റെ മൊത്തം ലക്ഷ്യത്തെ അഥവാ കൃത്യത്തെ സുലളിതമായി ഗീത നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം 1, വിനാശായ ദുഷ്കൃതാം 2. ഇത് രണ്ടും നല്ല ഭരണാധികാരിക്ക് സാധിക്കും. നല്ലൊരു സ്റ്റേറ്റ്, നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും സുഖമായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് പറയുന്നു, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ സമ്യക് സ്ഥാപിക്കുന്നതിനായിക്കൊണ്ട് ഈ 3 വാക്യങ്ങളിൽ എന്താണ് അവതാരം എന്നുള്ളത് സ്പഷ്ടമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയിൽ എപ്പോഴും എവിടെയും 2 ശക്തിവിശേഷങ്ങളുണ്ട്. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവച്ച. 1 ദൈവീ സമ്പത്ത്, 2 ആസുരീ സമ്പത്ത്. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചിലർ പറയാം എൻ്റെ ഉള്ളിലില്ല, സ്വാമീൻ്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും എന്ന് പറയാം. അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ദൈവമുണ്ട്, അസുരനുമുണ്ട്. നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നതും തിന്മയിൽ നിന്ന് തടയുന്നതും ദൈവീ സമ്പത്തും, തിന്മയിലേക്ക് നയിക്കുന്നതും നന്മയിൽ നിന്ന് തടയുന്നതും ആസുരീ സമ്പത്തുമാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പം വിവേചനം ചെയ്യാം. ഇതുപോലെ ഓരോ സമാജത്തിലുണ്ട്, ഓരോ വ്യവസ്ഥയിലുണ്ട്, ഓരോ രാഷ്ട്രത്തിലുണ്ട്, ഓരോ ലോകങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ 2 സമ്പത്തുകൾക്ക്, ഈ 2 ശക്തികൾക്ക് തമ്മിൽ ഒരു സന്തുലിത ഭാവമുണ്ട്. ഒരു സന്തുലിത ഭാവമുണ്ട്.
ആ സന്തുലിത ഭാവം ചെറിയൊരളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ അസന്തുലിതത്വം വന്നാൽ മനുഷ്യ ശരീരം പോലെ തന്നെയാ. അപ്പൊ നമ്മുടെ ദോഷങ്ങൾക്ക് ഒരു ഒരു സന്തുലിത ഭാവമുണ്ട്. നമ്മുടെ ദോഷങ്ങൾക്ക് എന്ന് പറഞ്ഞാല് വാതപിത്ത കഫങ്ങൾക്ക്. ദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ദോഷാന്ന് ചിലർ വിചാരിക്കും. ദോഷമല്ല, അതിന്റെ പേരാ. അതില്ലെങ്കിലും പോയി. ദോഷാണെങ്കിൽ ഇല്ലാതാക്കണ്ടേന്ന് ആരും ചിന്തിക്കരുത്. ഈ ദോഷങ്ങൾക്കൊരു സന്തുലിത ഭാവമുണ്ട്. ആ സന്തുലിത ഭാവത്തിന് ചെറിയ ഏറ്റക്കുറച്ചിലായ കുഴപ്പമില്ല. എന്നാൽ ഒരു പരിധിയിൽ അധികമാവുമ്പോഴോ അത് മാരകങ്ങളായ വ്യാധികളായി രൂപപ്പെടും. ഇതുപോലെ തന്നെയാണ് മൊത്തം സമഷ്ടി ശരീരത്തിലെ ദൈവാസുര സമ്പത്തുക്കളുടെ സന്തുലിത ഭാവത്തിന് ചെറിയ തകരാറൊന്നും പ്രശ്നമല്ല. പക്ഷെ വലിയ തകരാറ് വന്നാൽ മൊത്തം ധർമ്മവ്യവസ്ഥ താറുമാറാകും. അങ്ങനെ ആസുരീ സമ്പത്ത് ഒരു പരിധിയിലധികം വർദ്ധിക്കുന്ന ദൈവീ സമ്പത്ത് കീഴ്പ്പെടുന്ന സന്ദർഭത്തിൽ പുനഃക്രമീകരണത്തിന് ഉണ്ടാകുന്ന വ്യവസ്ഥയാണ് നമുക്ക് അവതാരം എന്ന് പറയാൻ സാധിക്കുക. അതൊരു ഒരു ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ആ ശക്തി രൂപപ്പെടും. ചിലപ്പോ ബാഹ്യമായ ഇടപെടലുകൾ വേണ്ടിവരും. ഈ ബാഹ്യമായ ഇടപെടലുകളാണ് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്ന വർണ്ണിക്കപ്പെട്ട അവതാരങ്ങൾ. നമുക്ക് ശാക്തേയ ഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവതിയുടെ ദേവിയുടെ അനേക ഭാവങ്ങൾ ഇങ്ങനെ ഉണ്ടായത് കാണാൻ പറ്റും. അനേക ഭാവങ്ങൾ ദേവി ഭാഗവതത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ദേവിയുടെ അനേക അവതാര ഭാവങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്തെല്ലാം ഭാവങ്ങളാണ്! എല്ലാം ധർമ്മ സംരക്ഷണത്തിനാണ്. അതുപോലെ ലിംഗപുരാണം, ശിവപുരാണം, സ്കന്ദപുരാണം തുടങ്ങിയവയിലേക്ക് പോയി കഴിഞ്ഞാൽ പരമേശ്വരന്റെ അനേക ഭാവങ്ങൾ, അവതാര ഭാവങ്ങളെ കാണാൻ കഴിയും. അതുപോലെ ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ഭാഗവത പുരാണം തുടങ്ങിയവയിലൊക്കെ പോയി കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ അനേക അവതാര ഭാവങ്ങളെ കാണാൻ പറ്റും. ഇതൊക്കെ ഒന്ന് തന്നെയാ. അനേകം കാണാൻ പറ്റും. അതുകൊണ്ട് 10 എന്നാരും പറയരുത്. എന്നാൽ ഈ 10 അവതാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം തുടങ്ങിയവ വർണ്ണിച്ചു. ഭക്തിപ്രസ്ഥാനത്തിന്റെ വലിയൊരു അല വ്യാപിച്ച സമയത്ത് ഇവ സമൂഹത്തിലേറെ പ്രചരിതമായി. അതിന്റെ ഫലമായിട്ട് അവതാരം 10 എന്നൊരു ധാരണ നമ്മളിൽ വന്നു. അതുകൊണ്ട് ഉറപ്പിക്കുക, അവതാരം 10 എന്ന് പറയരുത്. അനേക അവതാരങ്ങളുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന്. അപ്പോ 24 അവതാരം ഒന്നും ഒതുക്കേണ്ട ആവശ്യമില്ല. അനേക അവതാരങ്ങളെ മനസ്സിലാക്കുക. ഇനി ആദിശേഷൻ എന്ന് പറഞ്ഞാലും ശംഖ, ചക്ര, ഗദകൾ, പത്മങ്ങളുടെ അവതാരം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ: ധർമ്മ സംസ്ഥാപനത്തിനായി വന്ന വ്യവസ്ഥ, അവതാരഭാവം. അതിലിപ്പോ നമ്മള് ഭാരതത്തിന്റെ പൂർവ ഉത്തര ഭാഗത്തിലേക്ക് ഏറെ പോയാൽ ബീഹാർ, ബംഗാൾ, ഒഡീഷ, അവിടെയൊക്കെ നിശ്ചയമായും ശ്രീകൃഷ്ണന് ശേഷം ശ്രീബുദ്ധനെ അവതാരമായിട്ട് പറയും. ജയദേവ കവിയുടെ ഗീതഗോവിന്ദത്തിന് ശേഷം, ഗീതഗോവിന്ദത്തിന്റെ
മുന്നോടിയായിട്ടുള്ള ദശാവതാര കീർത്തനം നൃത്തങ്ങളിലൂടെയും സംഗീത കച്ചേരികളിലൂടെയും ഒക്കെ വളരെ പ്രസിദ്ധമായി പ്രചരിതമായി. ഒരുപാട് നൃത്തരൂപങ്ങൾ അതിന്റെ പേരിൽ ആവിഷ്കരിക്കപ്പെട്ടു. ഇന്നോ ഇന്നലെയോ അല്ല, ദീർഘകാലമായിട്ട്. അങ്ങനെ ജനമനസ്സുകളില് ബുദ്ധനും അവതാരമായിട്ട് പ്രതിഷ്ഠിതനായി. അതിൽ തെറ്റൊന്നുമില്ല. ആരെയും നമുക്ക് കൂട്ടാം, ആരെയും കൂട്ടാം. അപ്പോ ബലരാമനെ അവതാരമായിട്ട് പറഞ്ഞോ? പറയാം, വിരോധമൊന്നുമില്ല. വേണ്ടേ? പറയണ്ട, വിരോധമില്ല. ഇപ്പൊ ചില കൃതികളിൽ കാണും, കേരളത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന അവതാര കൽപ്പനകളിൽ ബലരാമനെ പറയാറുണ്ട്. എന്നാൽ ലക്ഷ്മണനെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല, ഭരതനെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല, ശത്രുഘ്നനെ അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. അതിന് പറയാം, വിരോധമൊന്നുമില്ല. ഈ 10 ഒതുക്കണം എന്ന് വിചാരിക്കുന്നിടത്താ കുഴപ്പമേ, അതിന്റെ ആവശ്യമില്ല. മനസ്സിലാക്കുക.